നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്ത് OTT സാറ്റലൈറ്റ് അവകാശങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് മുന്നറിയിപ്പ്. മലയാള സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് ഒരു വാർത്താക്കുറിപ്പ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തിറക്കി. നിലവിൽ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വാങ്ങുന്ന കമ്പനികളുടെ പേരിലും ഇത്തരത്തിൽ രംഗത്ത് വരാനിരിക്കുന്ന കമ്പനികളുടെയും പേരിലാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കോടികൾ മുടക്കി ചലച്ചിത്രം എടുത്തിട്ടും സാറ്റലൈറ്റ് OTT അവകാശങ്ങൾ വിറ്റുപോകാത്ത നിർമ്മാതാക്കളെയാണ് തട്ടിപ്പ് സംഘം ലക്ഷ്യമിടുന്നത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നത്. OTT കമ്പനികളും സാറ്റലൈറ്റ് വാങ്ങുന്ന ചാനലുകളിലും താങ്കൾക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്ന വ്യാജരേഖകൾ കാണിച്ചാണ് ഈ സംഘങ്ങളുടെ പ്രവർത്തനമെന്ന് വാർത്താക്കുറിപ്പ് പറയുന്നത്. നിലവിൽ മലയാള സിനിമ സാറ്റലൈറ്റ് OTT രംഗത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇത് മുതലെടുത്താണ് ഇവരുടെ പ്രവർത്തനമെന്നും അതിനാൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. അതേസമയം ഒരു സിനിമ തിയേറ്ററിൽ ഇറക്കിയാലും അതിൻ്റെ തിയേറ്ററിലെ പ്രദർശനത്തിന് ശേഷം അതിന് ഒരു ലൈഫ് നൽകുന്ന റിലീസായിരുന്നു OTT റിലീസുകൾ. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾക്കും OTT റിലീസിന് വലിയ ആശ്വാസമായിരുന്നു. ഒരു വലിയ വരുമാനം ആ വഴിയും വരുന്നു. ചിലപ്പോൾ തിയേറ്ററിൽ വലിയ ലാഭം ഉണ്ടാകാത്തിരുന്ന ചിത്രങ്ങൾക്ക് OTT വിൽപ്പന വലിയ ലാഭം നൽകിയിട്ടുണ്ട്. എന്നാൽ OTTയുടെ നല്ല കാലം മലയാളത്തിൽ കഴിഞ്ഞുവെന്നാണ് അടുത്തിടെ പല ട്രേഡ് അനലിസ്റ്റുകളും അഭിപ്രായപ്പെട്ടത്. ഇത് സംബന്ധിച്ച് വിവിധ മീഡിയ റിപ്പോർട്ടുകളും വന്നിരുന്നു. വൻ ഹിറ്റായ മലയാള ചിത്രങ്ങൾ പോലും വലിയ വിലപേശലിന് ശേഷമാണ് അടുത്തിടെ OTTയിൽ വിറ്റുപോയത് എന്ന് വാർത്തയുണ്ടായിരുന്നു. വലിയ താരങ്ങൾ ഉണ്ടായിട്ടും പല വൻ ചിത്രങ്ങളും ഇതുവരെ OTTയിൽ വന്നിട്ടുമില്ല. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത് മുതലെടുക്കാൻ മലയാള സിനിമാ രംഗത്ത് ചില തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നത്.